അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഇന്നിവിടെ അവതരിക്കാൻ പോകുന്ന വിഷയം ഇസ്ലാമിലെ ഐതിഹാസിക ചരിത്രം ഖൈബർ. മുസ്ലിങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും ശത്രുക്കളാണല്ലോ ജൂതന്മാർ. ജൂതന്മാർക്ക് മുസ്ലിങ്ങളോടുള്ള ശത്രുത കാലങ്ങളുടെ പഴക്കമുണ്ടതിന്. ഖൈബറിലും ജൂതന്മാരാണ് അധിവസിക്കുന്നത്. മദീനയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെ അത് സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഖൈബറിനെ അല്ലാഹു തആല മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഈന്തമരം വാഴും നാടാണ്, കാരക്ക കായ്ക്കണ നാടാണ്, ഗോതമ്പ് വയലിൻ സുവനം തൻ മധുവേറും ഖൈബർ നാടാണ്. രാജൻ മുറൈഹിബ് വാണിടും നാൾ, രാജമനീതിൽ മുങ്ങിടും നാൾ, മാന്യർ നബി മെഹബൂബ് അവരിൽ എതിരായി നീങ്ങി പടയൊരു നാൾ. പക്ഷെ അവർക്കൊരു പേടിയുണ്ട്. മദീനയാണ് ആ പേടി. രാജാവ് മുറൈഹിബ് സൈന്യാധിപൻ മുറത്തിനെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അലിയാരുടെയും തലയറുത്ത് കൊണ്ടുവരണം, അതിനാരെങ്കിലും ഏൽപ്പിക്കണം. മുറത്ത് ഹജാഷിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രാജാവ് ഹജാഷിനോട് അത് നിർദ്ദേശിച്ചു. ഹജാഷ് ഒരുങ്ങി. 18 തവണ വിഷത്തിലൂട്ടി തീയിലിട്ട് ഉറപ്പിച്ചെടുത്ത കഠാരയുമായി അദ്ദേഹം ഒരുങ്ങി. ഹജാഷിനെ ആ നാട് ഹർഷാരവങ്ങളോടെ പറഞ്ഞയച്ചു. പൂക്കൾ വീരിഞ്ഞു കൽബിലായിരം കിനാവ് പൂത്തു, പൂവീതളൊക്കെയും മനസ്സകത്തിലിട്ടു വെച്ചു. വേഗത്തിലോടു ഹിറസിന്റെ മേലിരുന്നുറച്ചു, നേരിടാനുള്ള കാര്യമൊക്കെയും ചെവിക്കുതിച്ചു. ആനന്ദ തലേ ഹജ്ജാശീത പോകുന്നേ, ആരംഭ നബിയെയും വധിച്ചിടാനേ, അലിപുറ കൂറ തലയെറിവാനേ, അവരുടെ ഉള്ളം പിടപിടപ്പാണേ, അഹ്മദി കേട്ടിട്ടവർ വരവാണേ. നിരവധി പൂങ്കിനാക്കൾ വിരിയുന്നല്ലോ, സുമധുര ശീതളങ്ങൾ മൂടിടുന്നല്ലോ. അതിവേഗം ഹജാഷ് മദീനയോടെടുത്തു. അദ്ദേഹം കാണുന്നവരോടെല്ലാം നബി തങ്ങളെ കാണണമെന്നും ഇസ്ലാം പുൽകണമെന്നും പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാം തന്നെ വിശദീകരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ട് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്ന് നബി തങ്ങളോട് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, 18 തവണ വിഷത്താലെ ഒട്ടിയ, പതിവിൽ കവിഞ്ഞേറെ മൂർച്ചയുമേന്തിയ, കഠിന കടോര കടാരയുമേന്തിയ, ഹജ്ജാശേ നിന്നുള്ളം വഞ്ചനയേറിയ നല്ലേ ചൊല്ലു, എല്ലാം കളവല്ലേ, നീ എന്തിനാണ് വന്നതെന്ന് ഹജ്ജാശേ, നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ. ആരും അറിയാത്തത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞത് കേട്ട് ഹജ്ജാശ് ഞെട്ടി. ഉടനെ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. മദീനയ്ക്കെന്നും ഭീഷണിയായ ഖൈബറിനെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു. ഖൈബറിലേക്കുള്ള മുസ്ലിം പടയുടെ ഉപസൈന്യാധിപനാക്കി ഹജ്ജാശിനെ നിയമിച്ചു. ഹജ്ജാഷ് മദീനയിലേക്ക് പുറപ്പെടുന്ന വിവരം മുറൈഹിബ് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അടുത്തുള്ള മുറത്ത് പറഞ്ഞു, മരണത്തെ പേടിയില്ലാത്ത മുസ്ലിങ്ങളോട് നാം യുദ്ധം ചെയ്താൽ അത് നമ്മെ പരാജിതരാക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കോട്ടയിൽ 4 വർഷത്തോളം സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള ഭക്ഷണമുണ്ട്, നമുക്ക് ഈ കോട്ടവാതിൽ അങ്ങ് അടയ്ക്കാം. കോട്ടവാതിൽ അടയ്ക്കപ്പെട്ടു. മുസ്ലിം സൈന്യം അവിടെ എത്തി. 12 ദിവസത്തോളം അതേ നിൽപ്പ് തുടർന്നു. ഹജ്ജാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തോടെ പിൻവാതിലിലൂടെ വാതിൽ പൊളിച്ചു കയറാൻ ശ്രമം നടത്തി. ഉടനെ അതാ ഒരു വാതിൽ പൊത്തിലൂടെ ഒരു അമ്പ് ഹജാഷിന്റെ നെഞ്ചത്ത് തുളച്ചു കയറുന്നു. എല്ലാരും കാലിരുമ്പി കൂമ്പാരം ചീറി വന്നു, അമ്പും വില്ലും മേലാകെ ഓതി നബി അന്നേരം സ്നേഹമാം സഹബാരും മാറി നിന്നു അവിടുന്ന് ഒരു ദൂരെ, പുണ്യദൂതരാം നബിയോടൊപ്പം ബഹുദൂരെ. ഹജ്ജാഷ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആശയക്കുഴപ്പത്തിലായി. തിരുനബിക്ക് ഉടനെ ഒരു യുദ്ധതന്ത്രം കത്തി. അടുത്തുണ്ടായിരുന്ന വിളഞ്ഞ ഈന്തപ്പനകൾ പതിയെ മുറിക്കാൻ തിരുനബി ഉത്തരവിട്ടു. ഈന്തപ്പനകളെ ജീവനോളം കണ്ടിരുന്ന ജൂതന്മാർക്ക് അത് സഹിച്ചില്ല. അവർ കോട്ടവാതിൽ പൊളിച്ച് പുറത്തേക്ക് മുസ്ലിങ്ങളുമായി അതിശക്തമായ യുദ്ധത്തിനായി തയ്യാറായി വന്നു.
അതിശക്തമായ യുദ്ധം നടന്നു. ആരും വിജയിച്ചില്ല, ആരും തോറ്റില്ല. ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം ആരംഭിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിങ്ങളുടെ നേതാവിനെ നിശ്ചയിക്കാൻ വേണ്ടി ആളുകളെ അന്വേഷിക്കുകയാണ്. എവിടെ അലി റളിയല്ലാഹു അൻഹു എവിടെ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അദ്ദേഹം ചെങ്കണ്ണ് ബാധിച്ച് അവശനായിരിക്കുകയാണ് നബിയെ. തിരുനബിക്ക് മറുപടി ലഭിച്ചു. അദ്ദേഹത്തെ വിളിക്കൂ. അദ്ദേഹത്തെ വിളിക്കപ്പെട്ടു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ തിരുനബിയുടെ മഹത്താക്കപ്പെട്ട ഉമിനീർ പുരട്ടി. അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഊരിപ്പിടിച്ച പടവാളുമായി ദുൽഫുകാർ പടവാളുമായി ദുൽദുൽ കുതിരയുടെ പുറത്ത് കയറി ഖൈബർ കോട്ടയുടെ വാതിലിന് മുമ്പിലേക്ക് ചീറിപ്പാഞ്ഞു. താളത്തിൽ ചീറിപ്പായലും ദുൽഫുകർ വീശി ഹൈദറും സൽസൽ വരോത്തി പോർനിലം. ദുൽഫുകർ വീശി ഹൈദറും സൽസൽ വരോത്തി പോർനിലം. മനസമിൽ സന്താപമേ ഹൈദറെന്നുള്ള സ്ഥാനമേ. മനസമിൽ സന്താപമേ ഹൈദറെന്നുള്ള സ്ഥാനമേ. ഭംഗിശം പൊങ്കും വീരരെ ബദൽ പോരാളി വീരരെ. ഭംഗിശം പൊങ്കും വീരരെ ബദൽ പോരാളി വീരരെ. ദുൽദുകുതിരാ ടക് 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 താളത്തിൽ ചീറിപ്പായലും ദുൽഫുകർ വീശി ഹൈദറും സൽസൽ വരോത്തി പോർനിലം. ദുൽഫുകർ വീശി ഹൈദറും സൽസൽ വരോത്തി പോർനിലം. പതാകയുമായി അലി റളിയല്ലാഹു അൻഹു കോട്ടവാതിൽക്കൽ ചെന്ന് വെല്ലുവിളിച്ചു. അപ്പുറത്ത് ലക്ഷത്തോളം വരുന്ന സേന. ആണാണെങ്കിൽ ഇറങ്ങി വാടാ മുറൈഹിബേ, ഈ പാവങ്ങളെ വെറുതെ വിടാതെ. അലി റളിയല്ലാഹു അൻഹു ഘോരമായി ഗർജിച്ചു. അത് കേട്ട്, വെല്ലുവിളി കേട്ട് മുറത്തിറങ്ങി വന്നു. അതിശക്തമായ യുദ്ധം നടന്നു. മുറത്ത് വീണു. അലി റളിയല്ലാഹു അൻഹു നിലം പരിശാക്കി. പിന്നെ നടന്നത് ഒറ്റക്കൊറ്റക്കുള്ള യുദ്ധമായിരുന്നു. ഉപസൈന്യാധിപൻ ഖാൻദർ, കാമൂസ് എന്നിവരെല്ലാം അലി റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ ചുറ്ററിഞ്ഞു. അപ്പോഴതാ മുറൈഹിബ് പിന്നിലേക്ക് വിളിച്ച് ഒരു വിളി വിളിക്കുന്നു. യാ അൻകഫൂബ്. അത് കുതിരയാൽ നിർമ്മിക്കപ്പെട്ട രണ്ട് കുതിരയാൽ നിർമ്മിക്കപ്പെട്ട വാഹനത്തിൽ കുതിച്ച് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചീറിക്കൊണ്ടവർ പടക്കളം തന്നിലടുക്കുന്നേ. ചാടി ഇരുപേരും പാട തുടങ്ങി. വീരനാമലിയാരും എതിരാളി അംഗവും വീരമാൻ കുതുകുല പാട തുടങ്ങി. വെട്ടുകൾ കുത്തുകൾ തമ്മിൽ ചോറാ നീത്തി മുറിച്ചിടുവാൻ ബഹുബാറ കാട്ടണ ധീരത കണ്ടത് നേരത്തെ. അലിയാരിൽ ഇതാ ക്രോധം കയറുന്നേ. നേരിട്ട് മല പോലെ അവൻ വീഴുന്നേ. ചാടിട്ട് ചുടു രക്തം കള്ളത്തിൽ വീണൊഴുകുന്നേ. രചന മുറഹിബിൻ മനം ഞെട്ടുന്നേ. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അൻകഫൂബിനെ എടുത്തെറിഞ്ഞു. അതോടെ അലി റളിയല്ലാഹു അൻഹു മുറൈഹിബും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കടന്നു. മുറൈഹിബ് അലി റളിയല്ലാഹു അൻഹു നേർക്ക് ആഞ്ഞു വെട്ടി. അലി റളിയല്ലാഹു അൻഹുവിന്റെ പരിച ചിന്നി ചിതറി. ഇനി എന്തു ചെയ്യും നീ അലിയെ? മുറൈഹിബ് പരിഹസിച്ചു ചിരിച്ചു. കിട്ടിയ അവസരം മുറൈഹിബ് അലി റളിയല്ലാഹു അൻഹുവിന്റെ നേർക്ക് ആഞ്ഞു വെട്ടി. ഉടനെ 40 മല്ലന്മാർ മാത്രം പിടിച്ചാൽ പൊന്തുന്ന ഖൈബറിന്റെ കോട്ട അദ്ദേഹത്തിന് നേരെ പരിചയായി അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. ഹുങ്കോടെ ദുൽഫുകർ വീശി പിന്നെ ചാഞ്ഞോ ചെരിഞ്ഞിത വെട്ടി. ഹുങ്കോടെ ദുൽഫുകർ വീശി പിന്നെ ചാഞ്ഞോ ചെരിഞ്ഞിത വെട്ടി. ദുൽദുൽ കുതിര പുറത്തിരുന്നലിയാരും ഉശിരോടെ പടയും നയിച്ചിടുന്നേ. ഉശിരോടെ പടയും നയിച്ചിടുന്നേ. ചിറിയടുക്കുന്നു ഹൈദർ പുലിയലി രാജന്റെ അടുത്തേക്ക്. അതാ കോപത്താൽ മുന്നോട്ട് കേമത്ത കയ്യിൽ പടവാളുമേന്തി മുറൈഹിബിൻ തലയറുത്ത്. മുത്ത് അലിയാർ സമീപത്ത്. അതിശക്തമായ ഏറ്റുമുട്ടൽക്ക് ശേഷം മുറൈഹിബും വീണു. ഈ അവസ്ഥ കണ്ട് ഖൈബർ പടയാളികൾ ആയുധം വെച്ച് കീഴടങ്ങി. മുസ്ലിങ്ങൾ തക്ബീർ മുഴക്കി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നാളെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്തിനാലെ നാളെ സ്വർഗ്ഗത്തിൽ നമ്മെ എത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു കഥാപ്രസംഗം നാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.